അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ അത്ഭുതമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞ ഓരോ കാര്യങ്ങളും അത്ഭുതമായി എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനേറ്റവും ഒരു മഹത്തായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിതപ്പോൾ കണ്ട അത്ഭുതകരമായ ഒരു ഉദാഹരണം. രാമക്ഷേത്രം പണിയാൻ വേണ്ടി നേതൃത്വം നൽകിയവർ, അവിടെ രാമക്ഷേത്രം ഉണ്ടാകാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച പ്രമുഖരായ നേതൃത്വം, തീർച്ചയായും വിശുദ്ധ ഖുർആൻ്റെ കലാം എന്തത്ഭുതമാണ് എൻ്റെ പ്രിയമുള്ളവരെ. ഖുർആൻ പറയുന്ന ഓരോ വാക്കുകളും അത് പുലരുക തന്നെ ചെയ്യുമെന്നതിന് ഏറ്റവും വലിയ ഒരു ഒടുവിലത്തൊരു ഉദാഹരണമാണ് രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വളരെ ഞെട്ടലോടു കൂടിയാണ് കണ്ടത്. നോക്കൂ, വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഒരു ആയത്തിൽ പറയുന്ന ഒരു അത്ഭുതകരമായ ആയത്ത് നോക്ക്. രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ റാമനെക്കുറിച്ച് തീർച്ചയായും മഹാഭാരതം ഓതുന്നവർക്ക്, റാമയെക്കുറിച്ച് കൃത്യമായി അറിയുന്നവർ ഒരിക്കലും ആ ക്ഷേത്രത്തിൽ റാമ പ്രവേശിക്കുകയില്ല എന്ന് ഉറപ്പാണ്. കാരണം റാമൻ എന്ന് പറയുന്നത് വളരെ നീതിവാനായ ഒരു ആളാണ്. കാരണം റാമൻ ഒരു വാക്ക് പാലിക്കാൻ വേണ്ടി പോലും എത്രത്തോളം റാമൻ തൻ്റെ വനവാസം കാട്ടിലേക്ക് പോയ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. എന്തുകൊണ്ട് പോയി? കാരണം ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാതെ കണ്ട് ജീവിച്ച റാമൻ അത് മുസ്ലിം പള്ളിയെ തകർത്തുകൊണ്ട് അവിടെ രാമക്ഷേത്രം പണിതു. അങ്ങനെ ഒരു പണിയാൻ വേണ്ടി ഉണ്ടാക്കിയ ഗൂഢാലോചനകളും അവിടെ രാമക്ഷേത്ര പണിച്ച് വലിയ വികസനം വേണ്ടും ആളുകളെ മുമ്പിൽ വലിയ മേനി നടക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകന്മാർ രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടിയെ, രാമൻ്റെ ക്ഷേത്രം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചവർ ഉദ്ഘാടന സമയത്ത് അത് കണ്ട് ആഹ്ലാദിച്ച് സന്തോഷിക്കാൻ വേണ്ടി അവർ എത്തുന്ന ആ സമയത്തിൽ ഇതാ വിശുദ്ധ ഖുർആൻ്റെ അത്ഭുതകരമായ സംഭവം ആ ഉദ്ഘാടന സമയത്ത് തന്നെ നടക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ്ദുന്യാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിൻ്റെ പള്ളിയെ തടയുന്നവൻ അവൻ്റെക്കാൾ വലിയ അക്രമി ആരാണ്? അതിൽ അള്ളാഹുവിനെ ഓർക്കുന്നത് തൊട്ട് തടയുന്നവനേക്കാൾ അവനെപ്പോലത്തെ അക്രമി ആരുമില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനെ തകർക്കുകയോ അല്ലെങ്കിൽ അവിടേക്ക് പോകുന്നത് തടയുകയോ അല്ലെങ്കിൽ അതുമായി എന്ത് വിഷയത്തിൽ ഇടപെട്ടാൽ തീർച്ചയായും അവനിക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, ലഹും ഫിദ്ദുന്യാ ഖിസ്യുൻ, അവർക്ക് ദുനിയാവിൽ ഖിസ്യുണ്ടാകും, അപമാനമുണ്ടാകും, അവർ നിന്ദ്യരാകും, അവർ അവഗണിക്കപ്പെടുമെന്ന് പറയുന്നു. മാത്രമല്ല വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം, പരലോകത്ത് വമ്പിച്ച ശിക്ഷയാണ് അവർക്ക് നൽകപ്പെടുന്നത്. നോക്കൂ, ഉദ്ഘാടന സമയത്ത് തന്നെ ആ അത്ഭുതകരമായ ആയത്ത് പുലരി എന്നതിന് അത്ഭുതകരമായ ഒരു സാക്ഷിയാണ് നാം കണ്ടത്. കാരണം ഈ പള്ളിയെ തകർത്തുകൊണ്ട് അവിടെ വലിയ സ്ഥാപിക്കാൻ വേണ്ടി അവർ കണ്ട ഒരുപാട് സ്വപ്നങ്ങൾ, അതിൽ പ്രമുഖരായിരുന്നല്ലോ അഡ്വാനിയെപ്പോലത്തെ പ്രമുഖ നേതൃത്വം. അവരുടെ പേരൊക്കെ ഇവിടെ പറയുന്നത് ശരിയല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അവർക്ക് അപമാനമുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ അവരെ ആ ഉദ്ഘാടന പരിപാടിക്ക് പോലും ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ഒരു അപമാനമിനി അതിനപ്പുറമില്ല. ഒരു ഉദ്ഘാടന പരിപാടിക്ക് അവരൊരു സ്മരിക്കുക പോലും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞത്, നാം ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടാക്കി നാം അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാം അതിനു വേണ്ടി രാപ്പകലെന്നില്ലാതെ പണിയെടുത്ത് അവസാനം അതിൻ്റെ ക്രെഡിറ്റ് എത്തുന്ന ആ സാഹചര്യത്തിൽ നമ്മെ ഒന്ന് ഓർക്കുക പോലും ചെയ്യുന്നില്ല എങ്കിൽ നാം അതിനു വേണ്ടി ചെലവഴിച്ച അധ്വാനങ്ങളും നമ്മുടെ സമയങ്ങളും നമ്മുടെ അഭിമാനവും എല്ലാം ആ നിമിഷം തകർന്നു പോകുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്താ നമുക്ക് നേടാൻ സാധിക്കുക? അത് തന്നെയല്ലേ ഇവിടെ രാമക്ഷേത്രത്തിൽ സംഭവിച്ചത്. അവരൊന്ന് ഓർക്കുക പോലും ഒരു ചെറിയൊരു ക്ഷണ പോലും നടത്തിയില്ല. കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പ്രായം കൂടിയെന്ന്. വലവും ഫിൽ ആഖിറതി അദാബുൻ അലീം, തീർച്ചയായും അവർക്ക് വലിയ ശിക്ഷയും നാളെ പരലോകത്തുണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല കാത്ത് രക്ഷിക്കട്ടെ. എന്നെ രാമത്തിൻ്റെ അവിടെ അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥാപിച്ചിട്ട് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ഒരു ഹിന്ദു, അതേപോലെ ഇവിടെ മതേതരത്വം ആഗ്രഹിക്കുന്ന
ഓരോ മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് രാമക്ഷേത്ര ഉദ്ഘാടന സംഭവത്തിൽ ഒരുപാട് ഹൈന്ദവ സഹോദരന്മാർ പറഞ്ഞത്. ഇന്ത്യയെ ഈ ജനാധിപത്യം, മതേതരത്വം അതെല്ലാം നശിപ്പിച്ച ഒരു തീയതിയാണ് ഡിസംബർ 6 എന്നുള്ളത്. എല്ലാ നിലക്കുള്ള അപമാനമാണ് അവിടെ സംഭവിച്ചത്. വിശുദ്ധ ഖുർആൻ അത്ഭുതമാണ്. ലഹും ഫിദ്ദുന്യാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.